ജിഷേട്ടാ നമസ്കാരം. ആരോ എങ്ങനെയുണ്ട് പടം? ആരോ കുഴപ്പമില്ലാത്തൊരു പടമാണ്. അപ്പൊ ഞാൻ പറയാം ഒരു വാക്ക് ഞാൻ പറയാം. ആരോ നല്ലൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഫാമിലി ത്രില്ലറാണ്. കോമഡി ഉണ്ട്, ഇമോഷണൽസ് ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, ഫീൽ ഗുഡ് ഉണ്ട്. എന്തുകൊണ്ടും കാണാൻ പറ്റുന്ന സിനിമയാണ്. ജോജു ജോർജിന്റെ ഒരു തിരിച്ചുവരവ് തന്നെ പറയാം. ജോജു ജോർജ് ആണെങ്കിലും പിന്നെ ത്രൂഔട്ട് നിൽക്കുന്ന നവാസ് കലാഭവൻ ചേട്ടനൊക്കെ മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കിച്ചു ചേട്ടനാണെങ്കിലും ടോഷ് ചേട്ടനാണെങ്കിലും ഗംഭീരമായിട്ട് അഭിനയിച്ചൊരു സിനിമയെന്ന് തന്നെ പറയാം. പിന്നെ ഇതിൽ അനിമോൾ എന്നൊക്കെ നടി താമര എന്ന ക്യാരക്ടർ അതിമനോഹരമായിട്ടും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് 1 ടൈം വാച്ചബിൾ 2 ടൈം വാച്ചബിൾ സിനിമയാണ്. പിന്നെ അജീഷ് ചേട്ടൻ്റെ ഒരു ഇമോഷണൽ കോമഡി എന്ന് പറഞ്ഞ കഥാപാത്രം ഗംഭീരമാണ്. പിന്നെ ഹരീഷ് പോങ്ങൻ എന്ന കഥാപാത്രം ഒരു വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിട്ടുപോയിരുന്നു. ഹരീഷ് പോങ്ങൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അജീഷ് ചേട്ടൻ കൺട്രോളർ താഹിർക്ക, അതുപോലെ ഹരീഷ് പേങ്ങൻ ചേട്ടൻ, ഇവർ രണ്ടുപേരും നമ്മളിപ്പോൾ വന്നായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ തിയേറ്ററിൽ നമ്മളൊപ്പം ഇന്ന് സിനിമ കണ്ടതാണ്. എന്തായാലും ഈ നിമിഷം ഒന്ന് ഓർക്കുവാണ്. എന്തായാലും ഈ നിമിഷം ഓർക്കുന്നു. എന്തായാലും നിങ്ങൾ പറഞ്ഞാണ് നല്ലൊരു വേഷമാണ് അജീഷേട്ടൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ ഒരു മിമിക്രി കലാകാരനായിട്ട് ഒരുപാട് നല്ല രീതിയിൽ വന്നൊരു കലാകാരനാണ്. പക്ഷേ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ സിനിമയിലൂടെ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അതുപോലെ ഒരു വേഷമാണ്. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ, പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ പ്രേക്ഷകരോട് പടം കാണണം. പടം എന്തായാലും നല്ല സിനിമയാണ്. ഈ രണ്ട് വ്യക്തികൾ എൻ്റെ സൗഹൃദങ്ങൾ അജീഷേട്ടനോടൊപ്പം മിമിക്രി ചെയ്യുന്നു, ഷോർട്ട് ഫിലിം ചെയ്യുന്നു. ചങ്കാണ്. കുറെ നാളായിട്ടുള്ള ഒരു പരിചയമാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. ഇന്നത്തെ ദിവസം എല്ലാവരെയും കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം അജീഷേട്ടൻ. ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ആരോ കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു.